നമസ്കാരം. അങ്ങനെ ഗാസയിലെ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ഗാസയിൽ സമാധാനം നിലവിൽ വന്നിരിക്കുകയാണ്. ഇസ്രായേൽ അവിടെ നിന്നും പിന്മാറാൻ പോവുകയാണ്. നമ്മളിതൊക്കെയാണ് ഇപ്പോൾ വാർത്തകളിൽ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും, അതായത് ഒരു പരിധിക്കപ്പുറം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കപ്പുറം ചിന്തിക്കാത്ത മുഴുവൻ ജനങ്ങളെയും പമ്പര വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ഡ്രാമയുടെ സ്ക്രിപ്റ്റ് എഴുതിയവർ. ഒക്ടോബർ മാസം 7-ാം തീയതി 2023 മുതൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെൽ സ്ക്രിപ്റ്റഡ് ഡ്രാമയാണ്. നമ്മുടെ മുമ്പിൽ ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദരാജ്യം, അപ്പുറത്ത് ഹമാസ് എന്ന് പറയുന്ന മുസ്ലിം സംഘടന. ഇത് യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷമാണെന്നാണ് പൊതുവിൽ ആൾക്കാർ കരുതുന്നത്, ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഹമാസ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഖത്തറിൻ്റെയും ഏജൻറ്റുമാരാണ് എന്നുള്ള പച്ചയായ പരമാർത്ഥം ആത്മാർത്ഥതയുള്ള നിരവധി മാധ്യമങ്ങൾ പലപ്പോഴും പുറത്ത് വിട്ടിട്ടും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ജനങ്ങൾക്ക് അങ്ങനെ കേൾക്കാനും താല്പര്യമില്ല. ജനങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. ജനങ്ങൾ മനസ്സിൽ കരുതുന്ന ചില ചിന്തകളും വൈകൃതങ്ങളും എന്താണോ അതനുസരിച്ച് വേണം അവർക്ക് വാർത്തകൾ കിട്ടാൻ. ഞാനത് നമ്മുടെ നാട്ടിൽ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് മറുനാടൻ, അദ്ദേഹം ഈ BJP-ക്കാരെയും അതുപോലെ തന്നെ ചില ക്രിസ്ത്യാനികളെയും ഒക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ടൊക്കെ പറഞ്ഞ് വീഡിയോ കൊണ്ടിരുന്ന ഒരാളാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധം വന്നപ്പോൾ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇസ്രായേൽ അടികൊണ്ട് ചുരുണ്ടൊരു വഴിക്കായി എന്നുള്ളത്. അദ്ദേഹം ആദ്യമൊക്കെ പരമാവധി ഇസ്രായേലിനെ തള്ളി സഹായിക്കാൻ നോക്കി. എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന അണികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കള്ളം പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി. പക്ഷെ ഒടുവിൽ അദ്ദേഹം 1-2 വീഡിയോകളിൽ സത്യം പറഞ്ഞു. അദ്ദേഹം സത്യം പറഞ്ഞപ്പോൾ അതുവരെ അദ്ദേഹത്തിനെ പിന്തുണച്ച എല്ലാവരും അദ്ദേഹത്തിനെതിരായി. നിങ്ങൾക്ക് എന്താണ് സുഡാപ്പികളുടെ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ ഞാൻ കണ്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകൻ സത്യം പറയാൻ ആഗ്രഹിച്ചാൽ പോലും കേൾവിക്കാർ സമ്മതിക്കില്ല. അപ്പോൾ മറുനാടൻ മലയാളി ചാനൽ നടത്തുന്നത് അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടിയാണ്. കുറേയേറെ ആൾക്കാർ ആ ചാനലിനോട് ജീവിച്ചു പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറേ കേൾവിക്കാർ വേണം. കേൾവിക്കാർക്ക് സത്യം കേൾക്കണമെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞോളാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? സത്യം പറയാൻ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളെ കൊണ്ട് പോലും അത് പറയിപ്പിക്കാത്തത് ഇത്തരത്തിൽ തലതിരിഞ്ഞു പോയ വൈകൃത ചിന്തകളുള്ള, തങ്ങൾക്കിഷ്ടമുള്ളത് മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ പോലും അത് തലയിൽ കയറ്റാനോ വിസമ്മതിക്കുന്ന ആൾക്കാർ തിരിച്ചറിയണം. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും വെറും വെൽ സ്ക്രിപ്റ്റഡ് ഡ്രാമയാണ്. ഇസ്രായേലിലോ അറബ് ലോകത്തോ യാതൊരുവിധ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. ഒരു വിധമായിട്ടുള്ള യഹൂദ മുസ്ലിം വൈരം അവിടെ ഇല്ല. ഇതെല്ലാം സൃഷ്ടിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമ്മളെ കേൾപ്പിക്കുന്നതാണ്. ഹമാസിന് പണം കൊടുത്ത് ഹമാസിനെ അവിടെ പണ്ട് മുതലേ നിലനിർത്തിയിരിക്കുന്നത് പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയാണ്. ഹമാസ് ഇല്ലായിരുന്നെങ്കിൽ എന്നേ പലസ്തീൻ ഉണ്ടായേനെ. എന്നാൽ ഹമാസിനെ സ്ഥിരമായിട്ട് അവിടുത്തെ വിഘടിത വിഭാഗമായിട്ട് നിലനിർത്തി അവരിലൂടെ തങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി ഏറെക്കാലമായിട്ട് ഇസ്രായേലും അമേരിക്കയും മറ്റും നടത്തിയ ശ്രമമാണ് കഴിഞ്ഞ ഒക്ടോബർ 7-ന് അതിൻ്റെ ഏറ്റവും ശക്തമായ ഘട്ടത്തിലേക്ക് കടന്നത്. അങ്ങനെ ഗാസയിലേക്ക് കയറിയ ഇസ്രായേൽ ഗാസയിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഹമാസുമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. നമ്മൾ പത്രത്തിൽ വായിക്കുന്ന യുദ്ധം നിന്നു എന്നാണ്. എന്താണ് യുദ്ധം? ഹമാസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു സംഘടന. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എണ്ണം പറഞ്ഞ കരുത്തുറ്റ രാജ്യങ്ങളിൽ ഒന്നാണ്. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത് സാധാരണക്കാരല്ല. അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള ശക്തരായിട്ടുള്ള രാജ്യങ്ങളാണ്. ഇസ്രായേലിൻ്റെ പിന്നിലാണ് ലോകത്തെ അതിസമ്പന്നർ മൊത്തം. ഇസ്രായേലിന് എന്ത് സഹായം വേണമെങ്കിലും, എത്ര പണം വേണമെങ്കിലും, എത്ര ആയുധം വേണമെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് കിട്ടും. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ നിങ്ങൾ ആലോചിക്കണം, ഹമാസ് പോലെയുള്ള ഒരു സാധാരണ സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ച് അവരെ തോൽപ്പിക്കാനോ എന്തെങ്കിലും ക്ഷതം പറ്റിക്കാനോ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. എന്നാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായി നമ്മൾ കണ്ടതാണ്. ഇത്രയേറെ സപ്പോർട്ടുള്ള, ഇത്രയേറെ സമ്പത്തുള്ള ഇസ്രായേലുമായിട്ട് കുറേയേറെ വർഷങ്ങളായിട്ട്, 10-40 വർഷങ്ങളിലേറെയായിട്ട് ഉപരോധം നേരിടുന്ന ഇറാൻ യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേൽ 11 ദിവസം കൊണ്ട് തന്നെ അടികൊണ്ട് വശം കെട്ടുപോയി. നിങ്ങൾ ആലോചിക്കണം, ഇറാൻ്റെ ഒരു പട്ടാളക്കാരൻ പോലും, ഇറാൻ്റെ നേവിയോ ഇറാൻ്റെ എയർഫോഴ്സോ ഒന്നും തന്നെ യുദ്ധത്തിൽ ഇടപെട്ടില്ല. ഇറാൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് മാത്രം ആണ് യുദ്ധം ചെയ്തത്.
അവരവിടെ ഇരുന്നു കൊണ്ട് വിട്ട മിസൈലുകളും ഡ്രോണുകളും മാത്രമാണ് ഇസ്രായേലിന് നേരിടേണ്ടി വന്നത്. ഏതാണ്ട് 12,000 കിലോമീറ്റർ അകലെ നിന്നും ഇത്രയേറെ കരുത്തുള്ള അമേരിക്കയുടെ കൂടെ പിന്തുണയുള്ള അമേരിക്ക കൂടി ഒപ്പം ചേർന്നുകൊണ്ട് ഇറാനിലെ മിസൈലുകളെ തടുക്കാനൊക്കെ ശ്രമിച്ചിട്ട് പോലും ആ പ്രതിരോധങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലിൽ കനത്ത നാശം വിതയ്ക്കാൻ തുടങ്ങിയപ്പോൾ നെതന്യാഹു ട്രംപിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് സഹായം അഭ്യർത്ഥിച്ച് ട്രംപ് ഇടപെട്ടാണ് അന്ന് ഇറാൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ചത്. ഒരു 10-20 ദിവസം യുദ്ധം നീണ്ടിരുന്നെങ്കിൽ, ട്രംപ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് സമാധാന കരാർ ഉണ്ടാക്കാൻ ഒരുപക്ഷെ നെതന്യാഹുവോ ഇസ്രായേലോ കാണില്ലായിരുന്നു. ആ അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. കാരണം തുടക്കത്തിൽ, യുദ്ധത്തിൻ്റെ തുടക്ക സമയത്ത് കുറച്ച് പഴയ ഡ്രോണുകളൊക്കെ വിട്ട് തുടങ്ങിയ ഇറാൻ മെല്ലെ മെല്ലെ ഗിയറുകൾ മാറി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യം അവർ ഡ്രോൺ അയച്ചു, പിന്നീട് കുറച്ച് എടുത്തു കളയാൻ വെച്ചിരുന്ന മിസൈലുകൾ അയച്ചു. ഏറ്റവും നല്ല സാധനമെല്ലാം അവരവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു. കാരണം അവർ അതുവരെ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്തിരുന്ന പഴയ മിസൈലുകളും ഡ്രോണുകളും എല്ലാം കത്തിച്ച് തീർത്ത ശേഷമാണ് അവർ യഥാർത്ഥ യുദ്ധത്തിലേക്ക് കടന്നത്. ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം മൊത്തം നശിപ്പിക്കാൻ വേണ്ടി അവർ ഒരു ഗുണവുമില്ലാത്ത മിസൈലുകളും ഡ്രോണുകളും ആദ്യം ഉപയോഗിച്ചു. അത് തുരുതുരാ വിട്ടു. അതെല്ലാം ചെന്ന് ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഏതാണ്ട് ഇല്ലാതായ ഘട്ടത്തിലാണ് അവർ ശക്തിയേറിയ മിസൈലുകൾ അവിടെ നിന്ന് വിടാൻ തുടങ്ങിയത്. അങ്ങനെ 1-2 മിസൈലുകൾ ഇസ്രായേലിൽ ചെന്ന് വീണതോടെ നെതന്യാഹുവിന് ഒരു കാര്യം മനസ്സിലായി, ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല, എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണം. അവിടെ ട്രംപ് ഇടപെട്ടു. ട്രംപ് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് യുദ്ധം നിന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ നാമാവശേഷമായി പോകുമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഹമാസ് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ഇസ്രായേൽ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. ഇസ്രായേലിന് വേണ്ടിയാണ് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് കയറി അവിടുത്തെ ആൾക്കാരെ കൊലപ്പെടുത്തിയതും കുറേ പേരെ പിടിച്ചുകൊണ്ടുപോയതും. ആ ഒരു പേര് പറഞ്ഞാണ് ഇസ്രായേൽ ഗാസയിലേക്ക് കയറിയത്. ഗാസ മുൻപ് പിടിച്ചെടുക്കാൻ ഏറെക്കാലമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവരത് സാധിച്ചു കഴിഞ്ഞു. എന്നാൽ അങ്ങനെ കയറി ഇസ്രായേൽ എന്തായിരുന്നു ലോകത്തോട് പറഞ്ഞത്? ഞങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഗാസയിൽ നിന്നും ഞങ്ങളുടെ ആൾക്കാരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരും. അതായത് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള മുഴുവൻ ബന്ദികളെയും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. 2, ഹമാസിനെ ഉന്മൂലനം ചെയ്യും. ഹമാസിനെ ഞങ്ങൾ ഇല്ലാതാക്കും. ഈ 2 ലക്ഷ്യങ്ങളും ഇസ്രായേലിന് നേടാനായോ? അവർക്കൊരിക്കലും ഹമാസിനെ ഉന്മൂലനം ചെയ്യണം എന്നൊരു ലക്ഷ്യമില്ല. ഇപ്പോൾ ഈ നെതന്യാഹു എന്ന് പറയുന്ന ആൾ ഭയങ്കര തൻ്റെടിയും വാക്കിന് വിലയുള്ള വ്യക്തിയുമാണെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ഈ സമാധാനക്കാരാർ വരാൻ പാടില്ല. കാരണം ഹമാസ് ഇപ്പോഴും അവിടെ ഉണ്ട്. കാരണം ഹമാസിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഹമാസ് പഴയ ശക്തിയോടെ തന്നെ, അതിലേറെ ശക്തിയോടെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹമാസിന് എന്തെങ്കിലും സംഭവിക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. ഹമാസിനെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട്, ഇനിയും ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ ഡീല്, ഈ സമാധാന കരാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു വിൻ ലോസ് ഡീലല്ല, മറിച്ച് ഒരു വിൻ വിൻ ഡീലാണ്. ഹമാസും വിജയിക്കുന്നു, ഇസ്രായേലും വിജയിക്കുന്നു. യഥാർത്ഥത്തിൽ വിൻ ലോസ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഹമാസാണ് വിജയിച്ചിരിക്കുന്നത്, ഇസ്രായേൽ തോൽക്കുകയാണ്. കാരണം ഇസ്രായേലിന് അവിടെ നിന്നും ബന്ദികളെ കൊണ്ടുവരാൻ പറ്റിയില്ല, ഹമാസിനെ ഇല്ലാതാക്കാനും പറ്റില്ല. ഈ 2 സത്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഹമാസിനെ പൂർണ്ണമായിട്ടും ഇസ്രായേലിന് ഇല്ലാതാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇസ്രായേൽ വിജയിച്ചു എന്ന് പറയുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ യഥാർത്ഥത്തിൽ നമ്മൾ അവരുടെ അവകാശവാദം വെച്ച് നോക്കുമ്പോൾ തോറ്റ് തുന്നം പാടി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എങ്കിലും ഞാൻ അതിനെ ഒരു വിൻ വിൻ സിറ്റുവേഷനായിട്ട് പറയുന്നത്, ഇപ്പോൾ ഇസ്രായേലിന് ഹമാസ് 20 ബന്ദികളെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. അത് ഇസ്രായേലിൻ്റെ വിജയമായിട്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവർ യുദ്ധത്തിലൂടെ നേടിയെടുത്തതല്ല, മറിച്ച് ട്രംപ് ഇടപെട്ട് സാധിച്ചെടുത്തതാണ് എന്നാണ് അത് വരുത്തി തീർത്തിരിക്കുന്നത്. അങ്ങനെ 20 ബന്ദികളെ ഹമാസ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ പകരമായിട്ട് ഇസ്രായേൽ കൊടുക്കുന്നത് 2000 ബന്ദികളെയാണ്. അതായത് ഇസ്രായേലിൻ്റെ ജയിലിൽ കഴിയുന്ന 2000-ഓളം ക്രിമിനലുകളെയാണ് അവർ തിരിച്ചു കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഹമാസിനെ ഇല്ലാതാക്കാനായിട്ട് പ്രതിജ്ഞ എടുത്ത ഇസ്രായേൽ ഗാസയിൽ കയറി കൂടി അവിടുത്തെ നിഷ്കളങ്കരായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ, അവിടെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരെ മാത്രം കൊന്നൊടുക്കി അങ്ങനെ അവർ അക്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രൈം ചെയ്ത 2000 പേര് അവരുടെ ജയിലിൽ കിടപ്പുണ്ട്. ഈ 2000 പേരെയല്ല അവരാദ്യം കൊല്ലേണ്ടത്. അവരാദ്യം കൊല്ലേണ്ടത് ഇവർ പിടികൂടിയ ക്രിമിനൽസിനെയാണ്. അവർ പറയണം, ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറിക്കൂടി ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ പൗരന്മാരെ കൊലപ്പെടുത്തിയ ഹമാസിൻ്റെ 2000-ഓളം ജയിൽ പുള്ളികൾ ഞങ്ങളുടെ രാജ്യത്തുണ്ട്, അവരെ മൊത്തം ഞങ്ങൾ തൂക്കിലേറ്റാൻ പോവുകയാണ്. അങ്ങനെ ഇസ്രായേൽ ചെയ്തില്ല. കാരണം ഹമാസിനൊരു പോറൽ പോലും ഏൽക്കരുത്. ഇനിയും ഹമാസിനെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ 2000 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ചെന്നിട്ട് ഹമാസിൻ്റെ ഒപ്പം ചേരുന്നു, അവർ വീണ്ടും ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്നു. നിങ്ങളിതൊക്കെ കണ്ട് മനസ്സിലാക്കണം എന്ത് ഡ്രാമയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുൻകൂട്ടി
തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു ഡ്രാമ മാത്രമാണ്. ഇസ്രായേലും ഹമാസും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് ഗാസയിലെ പാവപ്പെട്ട ആൾക്കാരെയും ലോകത്തെമ്പാടുമുള്ള ആൾക്കാരെയും ചതിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഗാസ അവരുടെ നിയന്ത്രണത്തിലാക്കുക, ഗാസയിലെ എണ്ണയും പ്രകൃതിവാതകവും, അതായത് ശതകോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള എണ്ണയും പ്രകൃതിവാതകവും സ്വന്തമാക്കി അവിടെ നിന്നും അതെടുത്ത് യൂറോപ്പിലെ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുക. അതിലൂടെ അവർക്ക് പിന്നീട് 10, 200, 300, 400 കൊല്ലം അളവില്ലാത്ത പണം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ അതിൽ നിന്നും കിട്ടുന്ന പണമെടുത്ത് ഗാസ പുനർനിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ അവിടെ ബാക്കിയുള്ള ആൾക്കാരെ തന്നെ അവിടുത്തെ തൊഴിലാളികളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് അവിടെ നിന്നുള്ള വരുമാനം മുഴുവൻ ഊറ്റി അമേരിക്കയും ഖത്തറും ഇസ്രായേലും കൂടെ വീതം വെക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി നടത്തിയ ഈ നാടകത്തിൽ ഹമാസിനൊരു ചുക്കും ചുണ്ണാമ്പും പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹമാസാണ് ജയിച്ചിരിക്കുന്നത് പോലും പറയാൻ പറ്റും. പ്രശ്നങ്ങൾ നേരിട്ടതും പ്രശ്നങ്ങൾ അനുഭവിച്ചതും ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതിനൊക്കെ ചൂട്ടുപിടിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാത്ത മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കള്ളങ്ങൾ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ജനതയായിട്ട് നമ്മൾ ഇനിയെങ്കിലും മാറില്ല എന്നൊന്ന് തീരുമാനിക്കണം. താങ്ക് യു.